എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് കൊല്ലവർഷം 1200 ആണ്ട് വൃശ്ചിക മാസം കന്നി കൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത്. ഉത്തരത്തിൻ്റെ മുക്കാൽ ഭാഗവും അത്തവും ചിത്തിരയുടെ ആദ്യ പകുതി ഉൾപ്പെടുന്ന 2.25 നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിലുള്ളത്. അവർക്ക് ഈ മാസത്തെ ഫലങ്ങൾ എങ്ങനെയെന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് അവരുടെ സമയം എങ്ങനെയെന്ന് നമുക്ക് ജനറലായിട്ടൊന്ന് നോക്കാം. ഈ കന്നി കൂറുകാർക്ക് 2023 ജനുവരി മാസം ശനി 6 എന്ന അതിവിശേഷപ്പെട്ട ഒരു ഭാവത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിട്ട് ശനിയുടെ നല്ല രീതിയിലുള്ള ഒരു ഫലം ഇവർക്കുണ്ട്. 3, 6, 11 എന്നീ ഭാവങ്ങളിൽ നിൽക്കുന്ന ശനി രാജയോഗപ്രദനാണ്. അപ്പോൾ ഇവരുടെ രാശിയുടെ 6ാം രാശിയിൽ നിൽക്കുന്ന ശനി വളരെ വളരെ നല്ല ഫലങ്ങളാണ് ആ സമയം മുതൽ നൽകി വരുന്നത്. എന്നിരുന്നാൽ തന്നെ ആ 2023 ഏപ്രിലോട് കൂടിയിട്ട് വ്യാഴം അഷ്ടമഭാവത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ 23 ഏപ്രിൽ മുതൽ 24 ഏപ്രിൽ വരെ അവസാനം വരെയുള്ള ഒരു കാലം ഇവർക്ക് ദുരിതങ്ങളും പ്രശ്നങ്ങളും കേസുകളും വഴക്കുകളും ടെൻഷനുകളും ജോലി സമ്മർദ്ദവും ഒക്കെ ആയിട്ടൊരു മനസ്സമാധാനക്കേടിൻ്റെ ഒരു സമയമായിരുന്നു. അപ്പോൾ 6ലെ ശനി ഉള്ളതുകൊണ്ട് നമുക്ക് ആ സമയം അതിജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതല്ലാതെ ആ ശനിയുടെ പൂർണ്ണമായ പ്രയോജനങ്ങൾ കിട്ടിക്കാണാൻ സാധ്യത കുറവാണ്. ആ ഫലങ്ങൾ നമുക്ക് കിട്ടിയാൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു അനുഭവിക്കാനോ അനുഭവിച്ചതൊരു മാനസിക സന്തോഷമില്ലാത്തൊരു വ്യക്തിക്ക് നമുക്ക് എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും നമുക്ക് ഒരു മാനസിക അത് അനുഭവിച്ച സംതൃപ്തി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ആ ഒരു കാലദോഷം ശനിയുടെ ഒരു ഏകദേശം 1.5 വർഷക്കാലം അങ്ങനെ ആ ഒരു അഷ്ടമവ്യാഴത്തിൻ്റെ ദോഷങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ പോകുന്നൊരു കാലത്തിലായിരുന്നു ഇവരെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വർഷം ഏപ്രിൽ അവസാനത്തോടെ മെയ് ആദ്യത്തോടു കൂടിയിട്ട് വ്യാഴത്തിൻ്റെ 9ാം ഭാവത്തിലേക്കുള്ള പകർച്ച, ഭാഗ്യസ്ഥാനം പിതൃസ്ഥാനമൊക്കെ ആയിട്ടുള്ള പുണ്യസ്ഥാനമൊക്കെ ആയിട്ടുള്ള 9ലേക്ക് വ്യാഴം പകരുമ്പോൾ ശനി 6ലും വ്യാഴം 9ലും എന്ന അതിവിശേഷ ഗ്രഹസ്ഥിതിയിലൊക്കെയാണ് ഈ രാശിക്കാരെത്തുന്നത്. പക്ഷേ വിചിത്രമെന്ന് പറയട്ടെ, മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി കൊണ്ടിട്ട്, അതായത് ഉദാഹരണം ഇവിടെ കന്നി തന്നെ നിൽക്കുന്ന കേതു, അതിൻ്റെ 7ാം രാശി നിൽക്കുന്ന രാഹു, 7 നിൽക്കുന്ന രാഹു ഒരു പ്രേമകാരകനാണ്. അതുപോലെ തന്നെ നിവൃത്തി സ്ഥാനമാണ് 7. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രണയബന്ധങ്ങൾ ഉടലെടുക്കുകയോ അതുമൂലമുള്ള മനോദുഃഖങ്ങളോ സൗഹൃദങ്ങളൊക്കെ വരികയോ അതുമൂലമുള്ള മനോദുഃഖങ്ങളോ മാനസിക സംഘർഷങ്ങളോ ഒക്കെ വരാം. പിന്നെ 7 നിവൃത്തി സ്ഥാനമാണ്. വിദേശയാത്രയൊക്കെ പ്ലാൻ ചെയ്ത് തടസ്സങ്ങൾ വരിക, നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ എല്ലാവർക്കും നടക്കുന്നുണ്ടെങ്കിൽ പോലും അല്പം മന്ദഗതിയിലാവുക, ചില തടസ്സങ്ങൾ വരികയൊക്കെ നിവൃത്തി സ്ഥാനത്ത് ഒരു പാപം നിൽക്കുമ്പോൾ പറയാം. അപ്പോൾ അങ്ങനെ പിന്നീട് ഇവരുടെ കന്നിമാസത്തിൽ കൂടെ സൂര്യൻ കടന്നിട്ട് കുറച്ചാവുന്നുള്ളൂ, ഇപ്പോൾ ഒരു മാസം കഴിയുന്നുള്ളൂ. അപ്പോൾ ആ ജന്മരാശി കൂടെ ഒരു പാപൻ കടന്നു പോകുന്നു. ഒരു പാപനോടെ ഉണ്ടായിരുന്നു, പിന്നെ കേതു, വീണ്ടും ഒരു സൂര്യൻ ആ രാശി കൂടെ പോകുന്നു. അപ്പോൾ ആ മാസങ്ങളൊക്കെ ബുദ്ധിമുട്ടേറിയ മാസങ്ങളായിരുന്നിരിക്കും, മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇവർക്കത് അനുഭവത്തിലേക്ക് പൂർണ്ണ ഒരു മാനസികമായ സംതൃപ്തിയിലേക്ക് എത്തുന്നില്ല. പല പല ഗ്രഹസ്ഥിതികളാണ് ഇതിൻ്റെ കാരണം. ഈ തമോ ഗ്രഹങ്ങളായ രാഹുകേതുക്കളുടെ സ്ഥിതിയും അതുപോലെ തന്നെ സൂര്യൻ്റെ ജന്മരാശിയിലേക്കുള്ള പ്രവേശനവും അങ്ങനെയുള്ള സ്ഥിതികളൊക്കെ കൊണ്ടിട്ട് ഇവർക്ക് അതുപോലെ തന്നെ 10 ഇപ്പം നിൽക്കുന്ന 11ലാണ് ചൊവ്വ നിൽക്കുന്നത്. അതിന് മുൻപ് കഴിഞ്ഞ മാസം ഒക്ടോബറിലൊക്കെ ചൊവ്വ 10ാം ഭാവത്ത് നിൽക്കുമ്പോൾ 4ലേക്ക് ജന്മരാശിയിലേക്ക് ചൊവ്വ വീക്ഷിക്കും കൂടെ ചെയ്യും. അപ്പം ഇവർക്ക് കന്നിമാസത്തിൽ ചൊവ്വയുടെ വീക്ഷണത്തിലാണ് സൂര്യനാരാശി നിൽക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ സമ്മർദ്ദങ്ങൾ വന്നിട്ടുണ്ടാവാം കന്നിമാസത്തിൽ. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറച്ച് നമ്മൾ അലോസരപ്പെടുത്തുന്ന കുറച്ച് ഗ്രഹസ്ഥിതികളുണ്ട് ഇവർക്ക്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇവർക്ക് ഈ ഭാഗ്യത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെയും 6 നിൽക്കുന്ന ശനിയുടെയൊക്കെ പൂർണ്ണമായൊരു ഫലം ഇവർക്ക് അനുഭവത്തിൽ കിട്ടിക്കാണാൻ സാധ്യത കുറച്ച് കുറവാണ്. എങ്കിലും കാര്യങ്ങളെല്ലാം നടന്നു പോകും. ജോലിയും വീട്ടിലെ കാര്യങ്ങളും സാമ്പത്തികവും ഒക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കതിൻ്റെ ഒരു ടെൻഷൻ കാരണം അങ്ങോട്ട് ആ അനുഭവങ്ങൾ അങ്ങ് നല്ല രീതിക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഈ രാശിക്കാരിൽ കാണുന്നൊരു വിചിത്രമായ സംഗതി. ഇത്രയും നല്ല സമയം ഉണ്ടായിട്ട് അത് നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടുക എന്ന് വെച്ചാൽ അതിൻ്റെ ഫലം കിട്ടാനൊന്നുമില്ല. അത് കിട്ടേണ്ട സാമ്പത്തികവും ജോലിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നല്ലതുപോലെ നടക്കുന്നുണ്ട്. നമ്മൾക്ക് പല പല അലോസരങ്ങൾ കൊണ്ട് നമുക്കത് അനുഭവിച്ച് പൂർണ്ണതയിലെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവർ രാശിക്കാരുള്ളത്. അപ്പോൾ ഇവർക്ക് ഒക്ടോബർ 9ാം തീയതിയോടുകൂടി വ്യാഴം ആ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം വക്രഗതിയിലേക്ക് വരുമ്പോൾ അല്പം ഇത്തിരി ബുദ്ധിമുട്ടേറിയ ഘട്ടമാണ്. കാരണം 9 നിൽക്കുന്ന വ്യാഴം വക്രത്തിൽ മുമ്പ് 8ൻ്റെ ഫലങ്ങളാണ് പറയേണ്ടത്. അപ്പോൾ 8 എന്ന് വെച്ചാൽ അഷ്ടമഭാവം, ഒരു ദുരിതമാണ്. അപ്പോൾ അതിൻ്റെ ഫലങ്ങൾ പറയുമ്പോൾ ഒക്ടോബർ 9ാം തീയതി മുതൽ ഒക്ടോബർ ആദ്യ ആഴ്ച മുതൽക്കൊരു ചെറിയ രീതിയിലുള്ളൊരു സെറ്റ് ബാക്ക്, ഒരു തിരിച്ചടികൾ പല രീതികളിൽ നിന്നും വരിക, ഒരു കാലദോഷത്തിൻ്റെ ഒരു സൂചനകളൊക്കെ ഉണ്ടാവുക, അങ്ങനെയൊക്കെയുള്ള സമയങ്ങളുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വ്യാഴത്തിൻ്റെ വക്രഗതിയിൽ വീഡിയോയിൽ പറഞ്ഞിരുന്നു കന്നിരാശിക്കാർ ഒക്ടോബർ 9 മുതൽ നവംബർ 15 വരെ ശ്രദ്ധിക്കണമെന്നുള്ളത്.
അപ്പോൾ എന്ത് തന്നെയായാലും നവംബർ 15 കഴിഞ്ഞാൽ പിന്നെ ശനിയുടെ സ്ഥിതി, വക്രഗതിയിൽ പോയിരുന്ന ശനി ജൂൺ 30 വക്രഗതിയിൽ പ്രവേശിച്ച ശനി നേർഗതിയിൽ ഈ മാസം വന്നു എന്നുള്ളതാണ് ഈ വൃശ്ചികമാസത്തിൻ്റെ ഫലത്തിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട നല്ല കാര്യം. ആ ശനി നേർഗതിയിൽ വന്നപ്പോൾ ശനിയുടെ ഒരു ആനുകൂല്യം പൂർണ്ണമായിട്ട് ഇനി മുതൽ മാർച്ച് 29 വരെ ഈ രാശിക്കാർക്ക് കിട്ടും. അപ്പോൾ വക്രത്തിൻ്റെ ചെറിയ ദോഷത്തെ ഒന്ന് പ്രതിരോധിക്കാൻ ശനിയുടെ ഒരു സ്ഥിതി ഇവർക്ക് സഹായമാകും ഈ മാസം മുതൽക്ക്. അപ്പോൾ ഈ രാശിക്കാർക്ക് ആശ്വസിക്കാം, എന്തായാലും ശനി അവരെ സംരക്ഷിക്കാനുണ്ട്. എന്നതുപോലെ പിന്നെ മറ്റുള്ള ഗ്രഹസ്ഥിതി കൂടി നമുക്ക് ഈ വൃശ്ചിക മാസത്തിൽ ഇവർക്ക് എങ്ങനെയാണ് എന്നൊന്ന് പരിശോധിക്കാം. വൃശ്ചിക മാസത്തിലെ സൂര്യൻ 3-ാം ഭാവത്തിൽ സഹായസ്ഥാനത്ത് സൂര്യൻ നിൽക്കുന്നു. 3 അവിടെ പാവന്മാർക്ക് ആ ക്ഷേത്രം ആ ഒരു ഭാവം നല്ലതുകൂടിയാണ്. അപ്പോൾ 3-ൽ സൂര്യൻ നിൽക്കുന്നത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളെ നൽകും. എന്നതുപോലെ 4-ൽ ചൊവ്വ നിൽക്കുന്നു. വീട്, വാഹനങ്ങൾ, അമ്മ ഒക്കെയാണ് 4 കൊണ്ടിട്ട് ചിന്തിക്കേണ്ടത്. അപ്പോൾ 4-ലേക്ക് ശുക്രൻ വരുമ്പോൾ നമ്മൾക്ക് സുഹൃത്തുക്കളിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യങ്ങൾ നമ്മൾ തേടിയത്. അപ്പോൾ സുഹൃത്തുക്കളുടെ ഉള്ള വ്യക്തികൾ അവരിലൂടെ വരാൻ അവസരങ്ങളും ഭാഗ്യങ്ങളൊക്കെ വരാൻ ഒരു സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക. അത്തരം സാധ്യതകളെ, ആ ഭാഗ്യങ്ങളെയൊക്കെ നമ്മൾ വിനിയോഗിക്കുക, നല്ല രീതിയിൽ വിനിയോഗിക്കുക. ബുധൻ ഇവരുടെ 3-ാം രാശിയിൽ നിൽക്കുന്നത് കൊണ്ടിട്ട് അവർക്ക് ആശയവിനിമയത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ആശയവിനിമയത്തിന് എന്തെങ്കിലും ആശയവിനിമയം കൊണ്ടുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് സംസാരം ശ്രദ്ധിക്കുക, ആവശ്യമുള്ള കാര്യങ്ങൾ ആലോചിച്ച് മാത്രം പറയാൻ ശ്രദ്ധിക്കുക. ചൊവ്വ ഇവരുടെ ലാഭസ്ഥാനമായ 11-ൽ നിൽക്കുന്നത് ഇവർക്ക് സാമ്പത്തികമായിട്ടുള്ള വരവിന് നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കും. നല്ല രീതിയിലുള്ള സാമ്പത്തിക വരവ് ഈ രാശിക്കാർക്ക് ഈ വൃശ്ചിക മാസത്തിലുണ്ടാകും ചൊവ്വയുടെ സ്ഥിതി കൊണ്ടിട്ട്. രാഹുകേതുക്കൾ അങ്ങനെ നിൽക്കുന്നത്, കേതുവും ആ ലഗ്നത്തിൽ നിൽക്കുന്നതുകൊണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു മനക്ലേശം ഉണ്ടാവുക, എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ട് ഉണ്ടാവുകയൊക്കെ കേതു ആ രാശിയിൽ ഒക്ടോബർ മുതൽക്കുണ്ടാകും. കേതു വേണ്ട, കേതുവിന് പ്രത്യേകിച്ച് ഒരു കാര്യവും വേണ്ട. നമുക്ക് എന്തെങ്കിലും ടെൻഷൻ, എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കുഴപ്പങ്ങളും ടെൻഷനും ഉണ്ടായിക്കൊണ്ടിരിക്കും കഴിഞ്ഞ ഒക്ടോബർ മുതൽക്ക്. അതിന് കാരണം ഈ നിങ്ങളുടെ കന്നി നിൽക്കുന്ന കേതുവാണ്. 7-ാം രാശിയിൽ സർപ്പം നിൽപ്പുണ്ട്. ഈ 7-ാം രാശിയിൽ നിൽക്കുന്ന രാഹു അല്ലെങ്കിൽ സർപ്പം അത് നമ്മുടെ നിവൃത്തി സ്ഥാനത്താണ് നിൽക്കുന്നത്. ഈ നിവൃത്തി സ്ഥാനത്ത് നിൽക്കുമ്പോൾ നമുക്കൊരു കാര്യങ്ങൾക്കൊക്കെ ഒരു തടസ്സം ഉണ്ടാക്കാനൊക്കെ ആ ഗ്രഹസ്ഥിതിക്ക് പറ്റും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ രാഹു പ്രേമകാരകൻ കൂടിയാണ്. അപ്പോൾ ഒരു പ്രണയബന്ധത്തിലാവുക, അതിൻ്റെ സങ്കീർണത, അങ്ങനെയുള്ള ഫലങ്ങളൊക്കെ അതിൻ്റെ ഫലമായിട്ട് വരാം. ഇവരുടെ മേജറായിട്ടൊരു പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ വക്രഗതിയാണ്. വ്യാഴത്തിൻ്റെ വക്രഗതി ചെയ്ത് നമ്മുടെ 8-ാം രാശിയിൽ അഷ്ടമത്തിൻ്റെ ഫലം ചെയ്ത് വ്യാഴം നിൽക്കുന്നു ഈ രാശിക്കാർക്ക്. അപ്പോൾ പ്രതീക്ഷിച്ചിരിക്കാത്ത എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ വരിക എന്നുള്ള ഫലങ്ങളൊക്കെ അതിനകത്ത് വരാം. അപ്പോൾ വ്യാഴത്തിൻ്റെ ആ ഒരു സ്ഥിതിക്ക് പരിഹാരമായിട്ട് ശ്രീകൃഷ്ണ പ്രീതി വരുത്തുക. അടുത്ത വർഷം ഫെബ്രുവരി 4-ാം തീയതി വരെ വ്യാഴം വക്രത്തിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ശ്രീകൃഷ്ണ പ്രീതി വരുത്തുക. ശ്രീകൃഷ്ണ പ്രീതിപ്പെടുത്താൻ ശ്രീകൃഷ്ണ ക്ഷേത്രം വ്യാഴാഴ്ചകളിൽ സന്ദർശിച്ച് മഞ്ഞപ്പട്ട്, മഞ്ഞ പുഷ്പങ്ങൾ, മഞ്ഞ ഫലങ്ങൾ മഞ്ഞൾ എന്നിവ സമർപ്പിക്കുകയും തുളസിമാല, താമരമാല എന്നീ ഹാരങ്ങൾ, പിന്നെ വെണ്ണ എന്നിവ ഒരു പട്ടിൽ വെച്ചിട്ട് നടക്കി സമർപ്പിക്കുക. ഓം നമോ നാരായണായ നമഃ എന്ന അഷ്ടാക്ഷരി 108 തവണ ജപിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വ്യാഴാഴ്ചകളിൽ ഇങ്ങനെ ഒരു പക്കപ്പിറന്നാൾ തോറുമോ അല്ലെങ്കിൽ വ്യാഴാഴ്ച തോറുമോ ഒക്കെ ചെയ്യുക. വ്യാഴാഴ്ച തോറും ചെയ്യുന്നതിന് ഉത്തമം. പക്കപ്പിറന്നാൾ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. ഒരു മാസത്തിൽ ഒരു പക്കപ്പിറന്നാളിന് ചെയ്യാം. അതുകൂടാണ്ട് കഴിയുന്ന വ്യാഴാഴ്ചകളിലൊക്കെ ഫെബ്രുവരി 4-ാം തീയതി വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വ്യാഴത്തിൻ്റെ ആ ഒരു ദോഷത്തെ മറികടക്കുന്നതിന് സഹായിക്കും. എന്തിനായിരുന്നാലും ശനിയുടെ സ്ഥിതി അനുകൂലമായതുകൊണ്ട് അടുത്ത വർഷം മാർച്ച് 29 വരെ ശനി ഇവരെ സംരക്ഷിക്കാനുണ്ടാവും. ആ ഒരു 6-ൽ നിൽക്കുന്ന ശനിയുടെ ആ ഒരു സംരക്ഷണം ഈ രാശിക്കാർക്കുണ്ടാകും. കൂടാതെ തന്നെ ഈ മാസത്തിൽ ശുക്രനും സൂര്യനും ചൊവ്വയും ഒക്കെ വളരെ നല്ല പൊസിഷനിലാണ് നിൽക്കുന്നത്. വ്യാഴത്തിൻ്റെയും രാഹുകേതുക്കളുടെയും പൊസിഷനാണ് അല്പം മോശമായിട്ടുള്ളത്. എന്നതുകൊണ്ടിട്ട് കൂടുതലും നല്ല ഗുണങ്ങളായതുകൊണ്ട് നല്ല ഫലങ്ങളാണ് ഇനി ഈ വൃശ്ചിക മാസം മുതൽക്ക് ഇവർക്ക് കിട്ടുന്നത്. വൃശ്ചിക മാസം മുതൽ ശ്രീകൃഷ്ണപ്രീതി വരുത്തിക്കൊണ്ടിരിക്കുക. ഇവർക്ക് ക്രമാനുഗതമായൊരു വളർച്ച ഉണ്ടാവും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അഷ്ടമത്തിലെ വ്യാഴത്തിൻ്റെ ഫലം കുറച്ച് പറയാവുന്നത് കൊണ്ടിട്ട് കാര്യങ്ങൾക്കെല്ലാം ഒരു വൃശ്ചിക മാസം ആരംഭം മുതൽക്ക് തന്നെ ഒരു ശ്രദ്ധയും വേണം, ക്ഷമയും വേണം ഈ രാശിക്കാർക്ക് എന്ന കാര്യം പ്രത്യേകം ഓർമ്മയിരിക്കണം. അങ്ങനെ മുന്നോട്ട് പോയാൽ കുഴപ്പങ്ങളൊന്നുമില്ലാതെ തന്നെ പോകാം. ക്രമാനുഗതമായൊരു വളർച്ച ഉണ്ടാകും. കഴിഞ്ഞ കാലങ്ങളിലെ പോലുള്ള വലിയ കുഴപ്പങ്ങളൊന്നും സാധ്യതയില്ല, വലിയ അത്തരം ടെൻഷനുകൾക്കൊന്നും സാധ്യതയില്ല.
എങ്കിലും ഈ കേതുവിനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ലഗ്നത്തിൽ നിൽക്കുന്ന കേതു ഉണ്ടാകുന്ന മനക്ലേശവും ഒരു തീരുമാനം എടുക്കാനുള്ള ബുദ്ധിമുട്ടുകളും ഒരു തരം മാനസിക അസ്വസ്ഥതകൾക്കൊക്കെ പരിഹാരമായിട്ട് ഗണപതിയെ പ്രീതിപ്പെടുത്തുക. ഗണപതി ക്ഷേത്രം സന്ദർശിച്ച് കറുകമാല സമർപ്പിക്കുക, ഫലങ്ങളും മധുരങ്ങളും സമർപ്പിക്കുക. അങ്ങനെ ഗണപതി പ്രീതി വരുത്തുക. ഓം ഗം ഗണപതായ നമഃ എന്ന മന്ത്രം ജപിക്കുക. എന്നതുപോലെ തന്നെ ഇവർ ഹനുമാനെയും പ്രീതിപ്പെടുത്തുക. ഹനുമാനെയും ശ്രീകൃഷ്ണനെയും ഗണപതിയെയും പ്രീതിപ്പെടുത്തി മുമ്പോട്ട് പോയാൽ ഇവർക്കൊരു കുഴപ്പങ്ങളും ഇല്ലാതെ തന്നെ കാര്യങ്ങൾ എല്ലാം നേരെയാക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ കന്നിരാശിപ്പെട്ട എല്ലാവർക്കും എല്ലാ വിധത്തിലും ഈശ്വരൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ നല്ല രീതിയിലുള്ള ഗ്രഹസ്ഥിതികളുടെ ഫലങ്ങളൊക്കെ അവർക്ക് നല്ല കിട്ടട്ടെ എന്നും. ശനിയൊക്കെ 6-ൽ വരുന്നത് വളരെ യോഗപ്രദമായ ഗ്രഹസ്ഥിതി. അതൊക്കെ നമുക്ക് ഒരുപാട് സാമ്പത്തിക അസറ്റ്സും ഒക്കെ നേടിയെടുക്കാൻ, ഭൂമിയൊക്കെ കിട്ടാനും വാങ്ങിക്കാനും ഒക്കെ ഉള്ള സമയങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഇനിയും പ്രശാന്തി ആസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ചാനൽ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് വെച്ചിട്ട് ഒരിക്കൽ കൂടെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.